√8 ഇൻറ്റു √18 ഇൻറ്റു √32 ഇൻറ്റു √50. √8 ഇൻറ്റു √18 ഇൻറ്റു √32 ഇൻറ്റു √50. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 8ഉം 18ഉം 32ഉം 50ഉം ഗുണിക്കുക. 8ഉം 18ഉം 32ഉം 50ഉം ഗുണിച്ച് വർഗ്ഗമൂലം കണ്ടാൽ മതി. പക്ഷേ അത് കുറേ സമയം ആവശ്യമായി വരും. കാരണം ഇതെല്ലാം കൂടി ഗുണിക്കണം, എന്നിട്ട് വർഗ്ഗമൂലം കാണണം. അപ്പോൾ ഇതിന് വേറൊരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് 8നെ എന്തെഴുതാം? 4 ഇൻറ്റു 2 എഴുതാം അല്ലേ? √8നെ 4 ഇൻറ്റു 2 ഇൻറ്റു അതുപോലെ 18നെ 9 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇൻറ്റു √32നെ 16 ഇൻറ്റു 2 എന്ന് എഴുതാം. ഇൻറ്റു √50നെ 25 ഇൻറ്റു 2 എന്ന് എഴുതാം. നമുക്കിതിനെ √4 ഇൻറ്റു 2 പറഞ്ഞാൽ 4ൻ്റെ റൂട്ട് കാണണം, 2ൻ്റെ റൂട്ട് കാണണം അല്ലേ? √4 ഇൻറ്റു 2 4ൻ്റെ റൂട്ട് കാണണം, 2ൻ്റെ റൂട്ട് കാണണം. 4ൻ്റെ റൂട്ട് എത്രയേ? 2. ഇതിൻ്റെ റൂട്ട് നമുക്കറിയില്ല, അപ്പോൾ 2 √2 എഴുതുക. ഇൻറ്റു അതുപോലെ ഇതെന്ത് വരും? 3. പിന്നെ എന്ത് വരും? √2 ഇൻറ്റു ഇതെന്ത് വരും? 4 √2 ഇൻറ്റു ഇതോ 20ൻ്റെ റൂട്ട് 5 ആണ്, 5 √2. നമുക്ക് ഈ 2ഉം 3ഉം 4ഉം 5ഉം അതായത് റൂട്ടിന് പുറത്തുള്ള സംഖ്യകൾ കുടിക്കുക. 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 4 24 ഇൻറ്റു 5 120 ഇൻറ്റു √2 ഇൻറ്റു √2 സ്ക്വയർ ഇൻറ്റു വീണ്ടും √2 ഇൻറ്റു √2 സ്ക്വയർ. അപ്പോൾ 120 ഇൻറ്റു നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഒരു സംഖ്യയ്ക്ക് സ്ക്വയറും റൂട്ടും വന്നു കഴിഞ്ഞാൽ റൂട്ടും സ്ക്വയറും വന്നാൽ ഈ സംഖ്യ മാത്രം എഴുതിയാൽ മതി. അതായത് √(x)² എന്താണ്? x ആണ് അല്ലേ? ഒരു സംഖ്യയ്ക്ക് റൂട്ടും വന്നു സ്ക്വയറും വന്നു, ആ സംഖ്യ മാത്രം ഉത്തരമായിട്ട് എഴുതിയാൽ മതി. അതുപോലെ 2ന് റൂട്ടുണ്ട് സ്ക്വയറും ഉണ്ട്, അപ്പോൾ എന്ത് എഴുതിയാൽ മതി? 2 ഇൻറ്റു അതുപോലെ എന്ത് വരും? 2. അപ്പോൾ 120 ഇൻറ്റു 4 വരും. 2 ഇൻറ്റു 2 4, 120 ഇൻറ്റു 4 ഉത്തരം 480.